ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റീസൈക്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ കുർത്തിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 5 to 7 വർഷം പഴക്കമുള്ള ഒരു കുർത്തിയാണ്. ഇത് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിന് റീസൈക്കിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോഡ് സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ആൾക്ക് വേണ്ടി 3 വയസ്സ് പ്രായമുള്ള ആൾക്ക് വേണ്ടിയുള്ള കോഡ് സെറ്റാണ് ചെയ്യുന്നത്. ലെങ്ത് ആയിട്ട് 20 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേസ്റ്റിൻ്റെ അവിടെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ 8 ആണ് എടുത്തേക്കുന്നത്. ഫുൾ സീം അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള വാല്യൂസാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ക്രോച്ചിൻ്റെ അവിടത്തേക്ക് 6 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 6 അല്ല 7 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു പലാസോ മോഡൽ പാൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 8 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. കുറച്ച് നല്ല ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ ബെൽറ്റ് വെക്കുന്നത് ഞാൻ ഇത് തന്നെ മടക്കി ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ മെറ്റീരിയൽ ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ എലാസ്റ്റിക് വെക്കുന്ന രീതിയിൽ ഞാനൊരു ബെൽറ്റ് പോർഷൻ എടുത്ത് അതിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ ജോയിൻ ചെയ്ത് പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. സെയിം ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണ് എടുത്തത്, അത് ഞാനിവിടെ 8 ആണ് എടുത്തേക്കുന്നത്. 8 പ്ലസ് നമ്മൾ ഒരു 1.5 ഇഞ്ചും കൂടി കൂടുതലെടുത്തു. അതുപോലെ വീതി ഞാൻ 2.5 ആണ് എടുത്തേക്കുന്നത്. എന്നിട്ടാണ് ബെൽറ്റിൻ്റെ അവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. അടുത്തിനി ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ നമ്മുടെ കുർത്തിയുടെ മേളത്തെ പോർഷൻ ഞാനിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. എനിക്കിതിലെ ഈ വർക്ക് പോകാതെ കറക്റ്റായിട്ട് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് നോക്കിയാണ് ചെയ്തേക്കുന്നത്. ലെങ്ത്തായിട്ട് ഞാനിവിടെ 15 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ 5 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ ഡെപ്തായിട്ടും ഇതേ സെയിം 5 ഇഞ്ചസ് തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ അവിടത്തേക്ക് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 7 ഇഞ്ചസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ ഞാൻ ഏകദേശം ഇതേ സെയിം 7 തന്നെയാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൻ്റെ താഴെ പോർഷനിൽ കുറച്ച് ലൂസായിട്ട് വേണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് 9 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ കർവും കൂടി കൊടുക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിവിടെ നെക്ക് ആദ്യം റൗണ്ട് ഷേപ്പിൽ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് സ്ലീവിൻ്റെ ആ പോർഷൻ ഷോൾഡർ പോർഷൻ മാറ്റിയിട്ട് അവിടെ കെട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേ എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു വർക്ക് മിസ്സാവാതെ കിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതെന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഏകദേശം ഈ കഴുത്തിൻ്റെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ ഫ്രണ്ട് നെക്കിൻ്റെ ആ പോർഷൻ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു കെട്ട് പിടിപ്പിച്ച് കൊടുത്തത്. സ്ലീവിൻ്റെ പോർഷൻ ഈ കുർത്തിയുടെ സ്ലീവിൻ്റെ പോർഷൻ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കെട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ മാക്സിമം എല്ലാ പോർഷനും യൂസ് ചെയ്തിട്ടുണ്ട്. കുർത്തിയെ ഞാൻ എല്ലാ ഭാഗവും യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് എൻ്റെ കൂടെ ഇയാളും കൂടി ഉണ്ടായിരുന്നു. ഉറക്കമൊക്കെ എണീറ്റിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന് എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ കുഞ്ഞു സപ്പോർട്ടും എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും